ഹായ്, ഇറ്റ്സ് മീ അഫ്സൽ ഷറഫുദ്ദീൻ ഫ്രം 03 കസ്റ്റംസ് കൊല്ലം. ഈ വീഡിയോക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. രണ്ടാമത് നമ്മുടെ ഫസ്റ്റ് AMG കൺവേർഷൻ കിറ്റാണ് A180. അപ്പം ഇപ്പം ഇതേപോലുള്ള ഫുള്ള് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കും. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലോട്ട് കാണാം. ഈ വീഡിയോ കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഷോർട്സുകൾ ഒത്തിരി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 03 കസ്റ്റംസ് കൊല്ലം എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കസ്റ്റമൈസ് AMG കിറ്റാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇത് തികച്ചും ഫുൾ ഫൈബറിലാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ABS കിറ്റ് നമുക്ക് കിട്ടും, പക്ഷേ നമുക്ക് അതിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഫൈബറിലാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഫൈബർ കിറ്റ് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫിനിഷിംഗ് വരുമ്പോഴത്തേക്കെല്ലാം സെയിം തന്നെ ആയിരിക്കും, കാഴ്ചയിലെല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ഫൈബറിൽ കിറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രാക്ക് വരുമോ, അത് ലാസ്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ പലരും എന്നോട് ചോദിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഫൈബറിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈബറിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ടാസ്ക് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിവർക്കാണ്. പുട്ടിവർക്ക് അത് അത്യാവശ്യം ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫിനിഷിങ്ങിലോട്ട് നമുക്ക് എടുത്ത് അതിനൊരു ഫിനിഷിംഗ് ഔട്ട്പുട്ട് കൊണ്ടുവരാനും സാധിക്കും. ഇതിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിയാനോ ബ്ലാക്ക് വിത്ത് ബോഡി സിൽവർ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹണികോം മെഷ്കിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കുറച്ച് കാണാൻ പറ്റും. ഹണികോം മെഷ്കിലാണ് വരുന്നത്. ഇത് ABS-ലാണ് വരുന്നത്. ഇത് 2013 എഡിഷൻ ബെൻസാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ കുറച്ച് മങ്ങിയിട്ടൊക്കെയാണ്. അതിൻ്റെ ഒരു കവറാക്കി എടുക്കാനായിട്ട് നമ്മൾ അത് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. മുന്നിൽ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്ന ഒരു AMG ഗില്ലിലോട്ടാണ്. ആ ഗില്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് നമ്മളൊരു ബ്ലാക്ക് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ലോഗോ വരുന്നത് സിൽവറിലാണ്. അത് നമ്മളൊന്ന് ബ്രൗണിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ ലോഗോയും നമ്മളൊന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു AMG-യുടെ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ബോണറ്റിലും സൈഡിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് AMG എന്നുള്ളൊരു ലെറ്ററിലേക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത്. സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് സിൽവർ ടൈപ്പ് ഒരു ഗ്രേ ടൈപ്പ് അലോയ്സ് ആണ് വരുന്നത്. അത് നമ്മൾ ഒന്ന് ഒരു കോപ്പർ ഗോൾഡിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ബ്രംബോയുടെ കാലിപ്പർ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സിലിക്കോൺ അടിച്ചത് ഫിക്സ് ചെയ്തേക്കുകയാണ്. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സിലിക്കോൺ ഒരു 24 മണിക്കൂറെങ്കിലും കുറഞ്ഞതെടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഓട്ടത്തിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേബിൾ ടൈക്ക് അത് ആഡ് ചെയ്തേക്കുകയാണ്. പിന്നെ വരുമ്പോഴത്തേക്ക് ആ സൈഡിൽ ലിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്പ്ലിറ്റർ. അത് ഫൈബറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതൊന്ന് ബ്ലാക്കിൽ ഒരു പിയാനോ ബ്ലാക്ക് കൊടുത്ത് ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും തന്നെ നമ്മളൊരു ബ്രംബോയുടെ കാലിപ്പർ ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. മിറർ വരുന്നത് ബോഡി കളർ തന്നെയാണ്. പക്ഷേ നമ്മളൊരു പിയാനോ ബ്ലാക്ക് തന്നെ അതൊന്ന് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു AMG-യുടെ ഒരു ചെറിയൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്മോക്ക് ടെയിലൈറ്റ്, അതുപോലെ തന്നെ ഒരു പഴക്കം ഒന്ന് പുതുമയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്മോക്ക് ടെയിലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഫോർജ്ഡ് കാർബൺ സ്റ്റിക്കറാണ് ചെയ്തേക്കുന്നത്. നമ്മൾ കുറച്ച് സ്റ്റിക്കറിലാണ് ഇത് ക്ലിയർ ചെയ്ത് എടുത്തേക്കുന്നത്. ഡിപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്കത് ഡിപ്പ് ചെയ്തില്ല. പിന്നെ ബാക്ക് കിറ്റ് വരുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത്. നമുക്കൊരു ഡിഫ്യൂസർ കിറ്റ് ആയിട്ടുണ്ട്. ഡിഫ്യൂസറിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 4 പിന്നാണ് കൊടുത്തത്. 4 പിൻസിൻ്റെ ഒരു ലിപ്പും വിത്ത് സ്പ്ലിറ്ററാണ് കൊടുത്തേക്കുന്നത്. 2 സ്കൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പൂക്കിൻ്റെ അത് നമുക്കൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു AMG-യുടെ ആ ലൈൻ തന്നെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി എക്സോസ്റ്റ് ടിപ്പ് 2 ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അത് കുറച്ച് ടൈം എടുക്കും കിട്ടാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. പിന്നെ നമ്മുടെ ബെൻസിൻ്റെ ലോഗോ വരുമ്പോഴത്തേക്ക് അതൊന്നും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും പിയാനോ ബ്ലാക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്പോയിലർ വരുമ്പോഴത്തേക്ക് ഒരു ലിപ്പ് സ്പോയിലറാണ് നമ്മൾ ചെയ്തേക്കുന്നത്.
ഇതുപോലുള്ള നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ 03 കസ്റ്റംസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിനകത്ത് പോരായ്മകൾ ഒത്തിരി കാണും, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ ഇനിയുള്ള വീഡിയോസിനകത്ത് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.